വേദിയിലും സദസ്സിലുമുള്ള ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ലോകമെമ്പാടും 80ഓളം രാജ്യങ്ങളിൽ മെയ് ദിന റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് ദിന റാലി എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 19ാം നൂറ്റാണ്ടിന്റെ അവസാനം അമേരിക്കയിൽ മെയ് 1786 മെയ് 1 മുതൽ 4-ാം തീയതി വരെ തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. 19ാം നൂറ്റാണ്ട് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. ചങ്ങലക്കിട്ട് 18 മണിക്കൂറും 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യിപ്പിച്ച് ചന്തയിൽ പോയി ആടുകളെ കച്ചവടമാക്കിക്കൊണ്ടിരുന്ന പോലെ തൊഴിലാളികളെ കച്ചവടം ചെയ്ത് കൊണ്ടുവന്നു ചങ്ങലക്കിട്ട് ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പകൽ 5 ജോലി ചെയ്ത ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് മാത്രം പോലും അന്നത്തെ ചെന്നിമാറും നാടുവാഴികളും മുതലാളികളും കൊടുത്തിരുന്നത്. അങ്ങനെ 1848 സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുന്ന നമ്മൾ 10, 35, 40 വയസ്സാകുന്ന രോഗികളായി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിരൂപികളായി കൊണ്ടിരിക്കുകയാണ്. സുന്ദരമായ ലോകം സൃഷ്ടിച്ച് വിരൂപികളായി മരണപ്പെടുന്ന കാലത്തിലാണ് നമ്മൾപ്പെട്ടത്. തൊഴിലാളികളെ വേർതിരിച്ചെടുക്കുകയും നഷ്ടപ്പെടാൻ നമുക്ക് വിലങ്ങുകൾ മാത്രമാണ്. നേടിയെടുക്കാൻ സമത്വ സുന്ദരമായ ലോകം കാർൽ മാർക്സ് ആണെന്ന് പറഞ്ഞു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ലോകമെമ്പാടും പല സമരങ്ങൾ നടന്നു. ചെറുതും വലുതുമായ സമരങ്ങളൊക്കെ അന്നത്തെ ഭരണകൂടവും മുതലാളിമാരും അടിച്ചു, പോലീസ് വെടിവെച്ചു ഒക്കെ നിർജീവമാക്കുകയുണ്ട്. അതിനുശേഷമാണ് 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം കേൾക്കൊണ്ട് സമരത്തിന് ആഹ്വാനം ചെയ്തു. ഇന്നത്തെ പോലെ ആധുനിക സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, വാട്സപ്പോ ഫോണോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ സമരത്തിൽ 3.5 ലക്ഷത്തോളം ആളുകളാണ്, തൊഴിലാളികളാണ് വീഴുന്നത്. ആ വലിയ വമ്പിച്ച സമാധാനപരമായി ആ 1-ാം തീയതി സമരം പിരിച്ചുപോകും. അതിൽ നിന്ന് മുതലാളിമാർ പ്രകോപിതരായി, തൊഴിലാളികൾ ഇങ്ങനെ സംഘടിക്കും, ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ഒരു പ്രതികാരമായി മാറി. അങ്ങനെ മെയ് 2-ാം തീയതി ഒരു ഫാക്ടറി, അമേരിക്കയിൽ തന്നെയുള്ള ചിക്കാഗോയിലുള്ള ഒരു ഫാക്ടറി തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾ 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യൂ. ജോലി ചെയ്തെന്ന് പറഞ്ഞപ്പോൾ മുതലാളി ലുക്കൗട്ട് പ്രസിദ്ധീകരിക്കുകയും ലുക്കൗട്ട് പുറപ്പെടുവിക്കുകയും തൊഴിലാളികൾ തിരിച്ചുവിടുമെന്നാണ് ഭീഷണി നടത്തി ഒഴുക്കിയതിന് ഭാഗമായി വമ്പിച്ച സമരം നടന്നപ്പോൾ സമരത്തേക്ക് പോലീസും മുതലാളിമാരുടെ ഗുണ്ടകളും കടന്നു വരികയും 4 തൊഴിലാളികളെ ലാത്തിചാർജും വെടിവെപ്പിലും കൊല്ലപ്പെടുകയും. അതിന്റെ ഭാഗമായി അന്നത്തെ തൊഴിലാളി നേതാവ് അലക്സാണ്ടർ പാർസൺ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആയുധങ്ങൾ എടുക്കുകയും ആഹ്വാനം. അതിന്റെ ഭാഗമായിട്ടാണ് മെയ് 4-ാം തീയതി എ മാർക്കറ്റ് പ്രതിഷേധ സൂചകമായി സമരം നടത്തി. 3000-ഓളം ആളുകളെ എന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് ഈ ദിനം എന്റെ പ്രശസ്തി മാത്രം പറയാം. 3000-ഓളം ആളുകൾ മാത്രമേ മാർക്കറ്റിൽ 4-ാം തീയതി പങ്കെടുത്തിട്ടുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പ്രസംഗിച്ച് ആളുകൾ തിരിഞ്ഞുപോയി. 10-20 ആളുകൾ മാത്രമേ ആ സമയത്ത് അവിടെ ശേഷിച്ചിരുന്നു. അവിടത്തേക്ക് അമേരിക്കയുടെ ചിക്കാഗോയിലെ പോലീസ് ഓഫീസർ കടന്നു വരികയും യോഗം പിരിച്ചുവിട്ട യോഗത്തിലേക്ക് അജ്ഞാതനായ ഒരാൾ പോകുകയും പോലീസ് വെടിവെപ്പിലൂടെ 7 പോലീസുകാരും 13 തൊഴിലാളികളും മരണപ്പെടുകയുണ്ടായി. 7 പോലീസുകാരുടെ 6 പേരും വെടിയേറ്റാണ് വെച്ചത്. തൊഴിലാളികളെ നോക്കിണ്ടാവില്ലല്ലോ, പോലീസുകാരെ വെടിയേറ്റിട്ട് പോലീസുകാർ മരണപ്പെട്ടു. അതിന്റെ ഭാഗമായി 8ഓളം തൊഴിലാളി നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യുകയും അതിവേഗം വിചാരണ നടത്തി. 3 മാസം കൊണ്ട് വിചാരണ നടത്തി 8 പേരെ തൂക്കാൻ വെച്ചു. 7 പേരെ തൂക്കാൻ വെച്ചു. ഒരാൾ പ്രായപൂർത്തിയാവുന്നത് 15 വർഷം ശിക്ഷിക്കുകയാണ്. അതില് 7 പേരിൽ 2 പേരെ 1887 നവംബർ 10-ാം തീയതി 11-നാണ് തൂക്കിക്കൊന്നത്. 10-ാം തീയതി ദയാഹർജി കൊടുക്കുകയും 2 പേരെ വെറുതെ വിടുകയും ഈ ബാക്കി 5 പേരെ ശിക്ഷ ശരിവെക്കുകയാണ്.
അതിൽ യുവാവായിരുന്ന ലൂയിസ് ലിങ്ക് എന്ന് പറയുന്ന ആള് ഭരണകൂടത്തിന്റെ കൈകളാൽ ഭരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും സ്വയം ഡൈനാമിക് കാഴ്ച കൊടുത്ത് തലതാകുന്നത് മരണപ്പെടുകയുണ്ടായി. ബാക്കിയുള്ള 4 പേരെയും നവംബർ 11-ാം തീയതി 1987 നവംബർ 10 തൂക്കിലേറ്റുന്നതിന് രാവിലെ ഈ 4 പേരും വളരെ സന്തോഷവാന്മാരായിരുന്നു. അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു പോലീസ് ഓഫീസർമാർ. അപ്പോൾ 4 പേരും പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് മരണപ്പെടുന്നത്, തൂക്കിലേറാൻ പോകുന്നത്. കാരണം ഞങ്ങളെ കഴുത്ത് ഞെരിച്ച് ഞങ്ങളെ നിശബ്ദരാക്കുന്ന ഈ നിശബ്ദത നാളത്തെ തൊഴിലാളികളോട് കർശനമായി മാറും എന്നതിൽ ഒരു സംശയമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സന്തോഷവാന്മാരായ 4 പേരും കഴിമരത്തിലേക്ക്. അവരുടെ ശവസംസ്കാരം നവംബർ 14 ഞായറാഴ്ച ശവസംസ്കാര ചടങ്ങിലേക്ക്. അപ്പൊ മുതലാളിമാർ വിചാരിച്ചതെന്താ, ഇങ്ങനെ വെടിവെച്ചു തൂക്കി കൊന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾ സംഘടിക്കില്ല, പേടിച്ചു പോകുന്നതാണ് കരുതി. പക്ഷെ അവരുടെ ശവസംസ്കാര ചടങ്ങിന് 2 ലക്ഷത്തോളം തൊഴിലാളികളാണ് പങ്കെടുത്തത്. അതാണ് ഈ മെയ് ദിനത്തിന്റെ ചരിത്രം. അതിനുശേഷം നിരവധി സമരം നടന്നു. 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രമേയത്തിലൂടെയാണ് മെയ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1992 സോഷ്യലിസ്റ്റ് കോൺഗ്രസിന്റെ മഹാസമ്മേളനത്തിലാണ് പ്രമേയത്തിലൂടെ ലോക തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. മെയ് 1. ഇന്ത്യയിൽ 1923 മറീന ബീച്ച് മദ്രാസിലാണ് ആദ്യമായി പിൻകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി മാറിയ സിംഗാരവേലു ചെട്ടിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തിയത്. അവിടെ മുദ്രാവാക്യമുയർത്തി ഇന്ത്യയിലും മെയ് ദിനം മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കണമെന്ന പ്രമേയം പാസാക്കി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് BBC പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മെയ് 1 ഇന്ത്യയിലും തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇന്നത്തെ തൊഴിലാളികളുടെ സ്ഥിതി എന്താണ്? നമ്മൾ അന്നത്തെ തൊഴിലാളികളുടെ രീതി മാറി. അന്ന് ലോകമെമ്പാടുമുള്ള മുതലാളിമാർ ആയിരക്കണക്കിന് ആളുകളെ ജോലി ചെയ്യിപ്പിക്കുന്ന ഫാക്ടറികളുണ്ടായിരുന്നു. അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് 1000-10,000 ആളുകൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ നിർമ്മിച്ച് പല വിപണിയിലേക്ക് കൊണ്ട് വിൽക്കുന്ന രീതിയായിരുന്നു അന്ന്. അപ്പൊ മുതലാളികൾക്ക് മനസ്സിലായി 1000-10,000 ആളുകൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സംഘടിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇവരെങ്ങനെ നമുക്ക് വിജയിപ്പിക്കാം എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് മുതലാളിമാരും നാടുവാഴികളും ഒക്കെ പോയി. അതിനുശേഷം വന്ന് കോർപ്പറേറ്റുകളും ബഹുരാഷ്ട്ര കുത്തക കമ്പനികളും ചെറുകിട മുതലാളിമാരും അവരെങ്ങനെ കണക്കൂട്ടി ഇവരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യിച്ചാൽ ഒരു സംഘടിതരാകും. അതുകൊണ്ട് പല സ്ഥലത്തായി ജോലി ചെയ്യും. എങ്ങനെ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ആപ്പിൾ ഫോൺ, ആ ഫോൺ നിർമ്മിക്കുന്നതിലൂടെയാണ് ന്യൂയോർക്ക് നിർമ്മിക്കുന്നത്, മെയ്ഡ് ഇൻ അമേരിക്ക. ആപ്പിൾ ഫോണിന്റെ ജോലിക്കാരുള്ളത് ലോകമൊട്ടാകെയാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുക്കുന്നതാണ്, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാം. അപ്പോ ഈ ആപ്പിൾ നിർമ്മാണ കമ്പനിയിലേക്ക് ജോലിക്കാരെ ആരെടുക്കുന്നത്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളാണ് ആപ്പിൾ നിർമ്മാണ ഫോൺ കമ്പനിയിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഒരാളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അയാൾക്ക് ഈ എഞ്ചിനീയർക്ക് 30,000 രൂപ ശമ്പളം കൊടുക്കും. ന്യൂയോർക്കിൽ ഒരു എഞ്ചിനീയർക്ക് എത്രയാ? 3 ലക്ഷം രൂപ ശമ്പളം. അപ്പൊ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കുന്നതാണ്, ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാം. അപ്പൊ 14,000 തൊഴിലാളികൾ ഇന്ത്യയിലും ശ്രീലങ്കയിലും മലേഷ്യയിലും തായ്ലാൻഡിലും ചൈനയിലും ഒക്കെ ആയിട്ട് അതിന്റെ ചെറിയ പാർട്സുകൾ നിർമ്മിക്കാം. അപ്പൊ തൊഴിലാളിമാർ അസംഘടിതരാണ്. ഈ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ന്യൂയോർക്കിൽ അസംബ്ലി ചെയ്യുന്ന പരിപാടി മാത്രമേ ഈ ആപ്പിൾ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ തൊഴിലാളികൾ ഇപ്പോ അസംഘടിതരാണ്. ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള ഇന്ത്യ, 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 90% തൊഴിലാളികളുടെ ഇന്ത്യയിൽ 7% മാത്രം തൊഴിലാളികൾ മാത്രമേ സംഘടിതരായിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ പുതിയൊരു കണക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ മുതലാളിമാരുടെ തൊഴിലാളികൾ വിനിയോഗിച്ചു. ഇപ്പോൾ നമുക്ക് കാണാം ഹൈപ്പർ മാർക്കറ്റ്, നെസ്റ്റോ, അതുപോലെ തന്നെ റിലയൻസിന്റെ ഹൈപ്പർ മാർക്കറ്റുകൾ, അവിടെയൊക്കെ എല്ലാം കോട്ടും തൈയും ഷൂട്ടൊക്കെ ഇട്ട തൊഴിലാളികളാണുള്ളത്. അവര് 8,000, 10,000, 12,000 രൂപ കൂലിയും 12 മണിക്കൂറും 14 മണിക്കൂറും 16 മണിക്കൂറും ജോലിയാണ്. ഇന്ന് ജോലി ചെയ്യുന്നത് നാളെ പോയിക്കൊണ്ട് ചോദിച്ചാൽ, ഈ സെക്ഷനിലുള്ള ആളെ പോയി ചോദിച്ചാൽ അയാളെ കമ്പനി തിരിച്ചു കൊടുക്കും. അവർക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, തൊഴിലിനൊരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് തൊഴിൽ ചെയ്യുന്നത് നാളെ പിരിച്ചുകൊടുപ്പെടുകയാണ്. ആരാ പിരിച്ചു കൊടുത്തത്? ആ ഓരോരോ ഓഫീസിലുള്ള HR മാനേജർ ഉണ്ടാവും, അയാളാണ് പിരിച്ചു കൊടുത്തത്. HR മാനേജർ ചോദിക്കുമ്പോൾ മുതലാളി
മുതലാളി പറഞ്ഞ് പിരിച്ചു. മുതലാളി എവിടെയാണെന്ന് അറിയിക്കാനാണ്, എപ്പോൾ അവരുന്ന് അറിയില്ല. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തൊഴിലാളികൾ അസംഘടിതരായിരിക്കുക. നമ്മുടെ JKTയുടെ സ്ഥിതി എന്ന ലോകത്ത് തന്നെ തൊഴിലുടമയും തൊഴിലാളിയുമുള്ള ഏക സംഘടനയാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ സ്വന്തം ടൈലർ ഷോപ്പ് നടത്തുന്ന ആളുകളും അല്ലെങ്കിൽ പീസ് വർക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും. 10-15 കൊല്ലം മുമ്പ് നമ്മുടെ ഒരു ടൈലർ ഷോപ്പിൽ 10-12 ആളുകൾ വെച്ച് ജോലി ചെയ്യിച്ച ആളുകളായിരിക്കും ഇവിടെ ഉള്ളത്. ഓരോ കൊല്ലം പോകുന്നതോറും നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം 12 കൊല്ലം നമ്മളൊന്നിച്ചിരുന്ന് നമ്മുടെ കടയിൽ ജോലി ചെയ്ത ആള് നമ്മളോട് ധൈര്യമായി ചോദിക്കാം, നാളെ ഞാൻ വരണോ? അപ്പൊ നമുക്ക് ഈ നിൽക്കണമെന്നോ പോണോ പറയാൻ പറ്റാത്ത ഹൃദയവേദനയോടുകൂടി നമ്മൾ നോക്കി നിൽക്കുകയാണ്. നിൽക്കണം പോണോ എന്നും പറയാൻ പറ്റാം. അപ്പൊ നമ്മുടെ തൊഴിൽ മേഖല നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംഘടിതരാണ്. JKT എന്ന സംഘടന ഇന്ന് കേരളത്തിൽ തന്നെ 4 ലക്ഷത്തോളം തൊഴിലാളികളുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന തൊഴിലാളികളാണ്. നമ്മുടെ തൊഴിൽ നഷ്ടത്തിൽ നമ്മൾ ആരോടെ സമരം ചെയ്യാം? ഈ തൊഴിലുടമകൾ സമരം ചെയ്ത് കാര്യമായിട്ടോ? ആളുകൾ കൊടുത്തിരുന്ന സാധനങ്ങൾ പിന്നിക്കൊടുക്കുന്ന വഴിയല്ല നമുക്ക് അവർ കൊണ്ടുതരുന്നില്ലെങ്കിൽ നമുക്ക് തിന്നലുണ്ടാവില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എല്ലാ മേഖലകളും കോർപ്പറേറ്റുകളും ബഹിരാഷ്ട്ര സ്വത്തുകൾ കൈയടക്കിയതിന്റെ ഭാഗമായി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഭാഗമായിട്ടാണ് ഈ തൊഴിലാളികൾ നാശത്തിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാർ നാശത്തിലേക്കാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മുടെ ബഹുമാന്യ സെക്രട്ടറിയുടെ ക്ഷേമനിധിയുടെ കാര്യം മറ്റു കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏക ഒരു ആശ്രയം, ഏക പിടിവഴിയാണ് പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്ന നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതി. അതിൽ കൂടി മാത്രമേ നമുക്ക് ഈ മുന്നോട്ട് പോകാനാവൂ. അതിന് മുഖം തിരിഞ്ഞു ഒരു കാര്യമില്ല. എന്താ റെഡിമെയ്ഡ് കമ്പനിക്കെതിരെ നമ്മൾ സമരം ചെയ്തിട്ട് കാര്യമില്ല. അത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി വന്ന പ്രതിഭാസമാണ്. അതിനെതിരെ സമരം ചെയ്യാതെ അതിനെതിരെ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന ഒരു ഐഡിയയുടെ ഭാഗമായിട്ട് സംസ്ഥാന നടപ്പാക്കുന്ന പദ്ധതിയാണ് ടൈലർ ടച്ച്. നമുക്ക് വേണമെങ്കിൽ തൊഴിലെടുക്കാൻ പരിശീലനം, തൊഴിൽ ആവശ്യത്തിന് കട്ടിങ് കിട്ടും. വേണമെങ്കിൽ നമുക്കൊരു കച്ചവടക്കാരനാകാം. നമ്മുടെ സഹജീവികൾ ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഒരു മാസം 10,000 രൂപ വരുമാനം ഉണ്ടാക്കുന്ന വലിയ പദ്ധതിയാണ്. ഈ ടൈലർ ടച്ചിന്റെ ഉൽപ്പന്നം പരിശീലനം കഴിഞ്ഞ് തിരികെ കൊടുക്കാം എന്നുള്ള എഗ്രിമെന്റിന്റെ മുകളിൽ അതിന് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പവർ മിഷൻ അടക്കം സൗജന്യമായി CSR ഫണ്ട് കൊടുക്കുന്ന പദ്ധതിയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടന ഇന്ത്യയിലോ ലോകത്തിലോ ചിന്തിച്ചിട്ട് പോലത്തെ കാര്യങ്ങളാണ് JKT എന്ന സംഘടന ഈ തൊഴിലാളികൾക്ക് നടപ്പാക്കിയിരിക്കുന്നത്. എനിക്ക് ഈ വേദികത്തിന്റെ നിങ്ങളോട് പറയാനുള്ളത്, ഈ പരിപാടികൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളൊക്കെ ആരെ കുറച്ച് കാണുന്നതല്ല, എല്ലാ നേതാക്കന്മാരാണ്. നമ്മൾ കുറെ ആളുകൾ പോയി പറഞ്ഞാലും ഇവിടെ നടന്നിട്ടുണ്ട് ഈ ആളുകളൊക്കെ സംഘടനയുടെ നേതാക്കന്മാർ തന്നെയാണ്. ജില്ലാ കമ്മിറ്റി മെമ്പർമാരും യൂണിറ്റ് സെക്രട്ടറിമാരും യൂണിറ്റ് മെമ്പർമാരും ഏരിയ മെമ്പർമാരുമാണ്. നമ്മൾ ഒറ്റക്കെട്ടായതുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സംഘടനയെ ശക്തിയാക്കി കൊണ്ടുപോകാനാവൂ, നമ്മുടെ തൊഴിലാളികൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനാവൂ. ആ പദ്ധതി നമ്മൾ ഒരു മനസ്സോടുകൂടി നടപ്പാക്കണം എന്നാണ് എനിക്ക് ഈ വൈദിക സന്ദേശമായിട്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കാണ്. മറ്റു കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ജോയിന്റ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് ക്ഷേമനിധി കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറിയോട് അവതരിപ്പിച്ചിട്ടുണ്ട്. വൈദിക സന്ദേശം എന്ന നിലയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക്